Malayalam Theatrical Heritage and Arts, MATA, wholeheartedly welcomes you on behalf of the Kashyapa Veda Research Foundation. Maharshi Dayananda Saraswati was honored globally as our national forefather because he was a sage who originally laid the foundation for Indian independence as observed by Sardar Vallabhbhai Patel. He internalized the lessons of the Vedas and Sanskrit grammar even as a very young child. Maharshi Dayananda Saraswati, who was an enlightened soul, fought against casteism, untouchability, social evils and superstitions and held the national spirit very close to his heart. This presentation is an attempt to highlight in a very short span of time the crucial moments of his life, deep as the ocean and vast as the sky, acknowledging the challenges involved in the endeavor. സഹൃദയരായ എല്ലാവരെയും കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന് വേണ്ടി മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ് മാത പേരാമ്പ്ര സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രപിതാമഹൻ എന്ന വിശേഷണം നൽകി ലോകം ആദരിച്ച മഹാപ്രതിഭ മഹർഷി ദയാനന്ദ സരസ്വതി. മഹർഷി ദയാനന്ദനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറ പാകിയതെന്ന് പ്രഖ്യാപിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ദയാൽജി, മൂലശങ്കരൻ എന്ന ചെല്ലപ്പേരുകളിൽ അറിയപ്പെട്ട മഹർഷി ദയാനന്ദ സരസ്വതി കുട്ടിക്കാലത്ത് തന്നെ വേദഗ്രന്ഥങ്ങളും വ്യാകരണ ഗ്രന്ഥങ്ങളും ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ജാതീയതയ്ക്കെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാട്ടം നടത്തിയ മഹർഷി ദയാനന്ദൻ ഭാരതം എന്ന രാഷ്ട്രവികാരം നെഞ്ചോട് ചേർത്ത് വെച്ച അറിവിൻ്റെ നക്ഷത്രമായിരുന്നു. ഒരു മഹാസാഗരം പോലെ ആഴവും പരപ്പുമുള്ള മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ജീവിതം പരിമിതമായ സമയത്തിനുള്ളിൽ അരങ്ങിൽ ആവിഷ്കരിക്കുന്നത് ശ്രമകരമാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ശ്രമം. ഗാനരചന ശ്രീ പി.കെ. ഗോപി, സംഗീത സംവിധാനം ശ്രീ എൻ. ഉണ്ണികൃഷ്ണൻ, നൃത്തസംവിധാനം ഡോക്ടർ ലജന. അവതരണം മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ് മാത പേരാമ്പ്ര. മഹർഷി ദയാനന്ദം രംഗാവിഷ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹർഷി ദയാനന്ദം. മുഴങ്ങും പ്രഭാതത്തിൽ സാദരം സാരസ്വത തീർത്ഥത്തിൽ മുങ്ങി പൊങ്ങി സർവസംഭൂത പർവമേ നമസ്കാരം. വേദേതിഹാസത്തിൻ്റെ പൂർണ്ണധാർമ്മിക പ്രഭ ചൂടം ആത്മതേജസ്സിലൂരിപ്പിക്കാം ആയുസ്സു സമർപ്പിച്ച മഹർഷി ദയാനന്ദൻ ആചാര്യ കാവ്യാശ്രമം ഉൽകിയ പുണ്യശ്ലോകൻ. ആ മഹാബോധോദയ സ്ഥാനത്തെ വണങ്ങുന്നു, ആ മഹാജ്ഞാന വിദ്യയെ കൈകൂപ്പുന്നു. ഭാരത സന്യാസത്തിൻ ഋഷി സമുദ്രം നീന്തി മാനവ സത്യത്തിൻ്റെ ഹൃദയം കണ്ടെത്തുന്നു. മാനവസത്യത്തിൻ്റെ ഹൃദയം കണ്ടെത്തിയ
മഹർഷി ദയാനന്ദ സരസ്വതി 1824 ഫെബ്രുവരി 12 ദക്ഷിണ ഗുജറാത്തിലെ കത്തിയവാർ ജില്ലയിൽ ജനിച്ചു. സത്യം തേടിയുള്ള ആ മനസ്സിനെ, ആ മഹത് ജീവിതത്തെ പ്രതിഷേധമായും നിഷേധമായും പലരും വ്യാഖ്യാനിച്ചു. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ ദയാനന്ദ സരസ്വതിയെ സന്യാസത്തിലേക്ക് അടുപ്പിച്ചു. വിഗ്രഹാരാധന സമ്പ്രദായത്തിലുണ്ടായ സംശയവും ബോധമില്ലാത്ത വിശ്വാസികളുടെ ചെയ്തികളും ദയാനന്ദൻ്റെ ഗൃഹത്യാഗത്തിന് കാരണമായി. ദക്ഷിണ ഗുജറാത്തിൽ കത്തിയവാർ ഗ്രാമത്തിൽ അർച്ചനമാർക്കുന്ന പുത്രനായി പിറന്നവൻ സത്യകാരണങ്ങളാൽ വീടുവിട്ടോടിപ്പോയി. വിജ്ഞാന പാരാവാര തീരത്തു തപസ്വിയായി ദക്ഷിണ ഗുജറാത്തിൽ കത്തിയവാർ ഗ്രാമത്തിൽ അർച്ചനമാർക്കുന്ന പുത്രനായി പിറന്നവൻ സത്യകാരണങ്ങളാൽ വീടുവിട്ടോടിപ്പോയി. വിജ്ഞാന പാരാവാര തീരത്തു തപസ്വിയായി. 22 വയസ്സിൽ സ്വാമി ദയാനന്ദൻ വീട് വിട്ടിറങ്ങി. 24 വയസ്സിൽ സന്യാസം. പിന്നെ ഭാരതത്തിൻ്റെ ആത്മീയ പ്രകാശ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര. അതെ, 36 വയസ്സിൽ സ്വാമി ദയാനന്ദൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നു. അസാമാന്യ ധിഷണാശാലിയും മഹാപണ്ഡിതനുമായ ഗുരു വിരജാനന്ദ സരസ്വതി. ഗുരു വിരജാനന്ദൻ്റെ ഗുരുകുലത്തിലെ പഠനം സ്വാമി ദയാനന്ദൻ്റെ വീക്ഷണത്തെ മാറ്റിമറിച്ചു. പരമ്പരാഗത ചിന്താധാരയിൽ ദയാനന്ദൻ വിപ്ലവാഗ്നി ജ്വലിപ്പിച്ചു. ഏകലോകം ഏകദൈവം ഏകമാനവം ഏകഭൂമിക്കാധാരം സ്നേഹവൈഭവം വേദവിജ്ഞാനം സ്വയം പൂർണ്ണമാനന്ദമേക സൂര്യ പ്രഭാവത്തിൻ ജീവചൈതന്യം. കേവലാചാരം വെറും ചൂഷണാധാരം ബാലവിവാഹം സതി വിധവാവിധി ആരുടെയോ ഭ്രാന്തചിത്ത പ്രാഗതച്ചതി ഭൂതകാല കൂരിരുട്ടിൻ പാപവേദാളം. ശ്രീ ലാൽജി കിഷൻജി തിവാരിയുടെയും ശ്രീ അമൃതാഭായിയുടെയും മൂത്ത പുത്രനായി ജനിച്ച മഹർഷി ദയാനന്ദൻ ദയാൽജി, മൂലശങ്കരൻ എന്ന പേരുകളിലും അറിയപ്പെട്ടു. ഈശ്വരൻ ഏകനാണ് എന്ന് മഹർഷി ദയാനന്ദ സരസ്വതി ചിന്തിച്ചു. വേദത്തിൽ അനേകം ഈശ്വരന്മാരുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അംഗീകരിക്കുന്നില്ല. കാരണം 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പരിവേഷ ഭാവനാരൂപൻ പലകാലം പലരാലും രചിക്കപ്പെട്ടോ പഞ്ചഭൂത പ്രപഞ്ചത്തിൻ ഉടമയായോ പരമേശൻ ഒരേ
ഇന്ദ്രനായും ചന്ദ്രനായും ശില്പമായും ബിംബമായും പുഷ്പമായും കൽപ്പമായും നീ അറിയുന്നു. അഗ്നിയായും ജലമായും വായുവായും മേഘമായും മർത്യചിന്തയ്ക്കാധാരം നീയാകുന്നു. ഉജ്ജ്വലമായിരുന്നു ആ ചിന്ത. അന്ധകാര കാപട്യത്തിനെതിരായിരുന്നു ആ മനസ്സ്. ദയാനന്ദ ചിന്തയ്ക്ക് സമമായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തയും. വേദബാഹ്യമായ ആചാരങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. മറിച്ച് മെച്ചമേ ഉള്ളൂ. വേദമേ നമുക്ക് പ്രമാണമായുള്ളൂ. അതിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ചിന്തയിൽ സർവോജ ജ്വാല കൊളുത്തി അന്ധകാര കാപട്യം ആട്ടിയകറ്റി സത്യധർമ്മ സാധനയെ സാക്ഷാത്കരിക്കുന്ന ദക്ഷിണയായി വേദമന്ത്രം പകുത്തു നൽകി. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മഹർഷി ദയാനന്ദ സരസ്വതിയുടെ സ്ഥാനം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാമഹൻ എന്നാണ്. ആ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഭാരതപുത്രന്മാർ നിരവധിയുണ്ട്. ധീരവീരശൂരപരാക്രമികളായ ഭാരതാംബയുടെ പൊന്നോമന മക്കൾക്ക് പ്രചോദനമായിരുന്നു ദയാനന്ദ ചിന്തകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയ കർമ്മയോഗിയായിരുന്നു ദയാനന്ദ സരസ്വതി. ഉജ്ജ്വലമായ ആ വ്യക്തിത്വം രാജ്യത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി. അദ്ദേഹത്തിൻ്റെ സ്വരാജ് അഥവാ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന ബോധവാക്യവും തളർച്ച അറിയാത്ത ധീരമായ ഊർജ്ജസ്വലതയും രാഷ്ട്ര സാംസ്കാരികതയെ ഏറെ സ്വാധീനിച്ചു. വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനും രാഷ്ട്രത്തോടുള്ള സ്വാഭിമാനത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. പ്രകാശം ചെറിയുന്ന ആ ഊർജ്ജസ്രോതസ്സിനെ നമുക്ക് നെഞ്ചിലേറ്റാം. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. എനിക്ക് നിങ്ങൾ രക്തം തരിക, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാം. പാരതന്ത്ര്യ ഭാരതത്തെ ജപിച്ചുണർത്തി ലോകധീരഭൂപടങ്ങളിൽ ജ്ഞാനമോദി. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായിയെ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം താൻ ധർമ്മപിതാവാണെന്ന് പ്രഖ്യാപിച്ച മഹർഷി ദയാനന്ദൻ്റെ ചിന്താധാരയായിരുന്നു. 1928 സൈമൺ കമ്മീഷനെതിരെ പടനയിച്ച ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം തല്ലിച്ചതയ്ക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. Struggles may be painful, but they are the stepping stones to progress. True patriotism demands a fearless attitude towards injustice. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ജോൺ സാൻഡേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ കൊന്നു കൊലവിളിച്ചു ഭഗത് സിംഗും രാജ്ഗുരുവും. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ധീരപുത്രനായിരുന്നു ഭഗത് സിംഗ്. ദയാനന്ദൻ പകർന്നുകൊടുത്ത
ആത്മധൈര്യം മരണത്തിൽ പോലും സർദാർ ഭഗത് സിംഗ് കൈവിട്ടില്ല. കരയരുത്, എനിക്ക് വേണ്ടി ആരും കരയരുത്. എൻ്റെ ഭാരതത്തിനു വേണ്ടി ഇത്രയല്ലേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നോർക്കുമ്പോൾ എനിക്കും ദുഃഖമുണ്ട്. അതെ, പ്രഭാതം മണയാറായി. ഇനി കൈവിളക്കിന് പ്രസക്തിയില്ല. ഞാൻ ആ മഹാപ്രകാശത്തിൽ ലയിക്കട്ടെ. പക്ഷേ എന്റെ ചോര പൂക്കും. അതിന്റെ ഗന്ധം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിക്കും. ഭാരത് മാതാ കീ ജയ്. ഇൻക്ലാബ് സിന്ദാബാദ്. സ്വാമി ദയാനന്ദനെന്ന മഹർഷിരൂപം ഓരോ മാനവന്റെ മനസ്സിലും മംഗളമോദി. മഹർഷി ദയാനന്ദൻ്റെ ദർശനങ്ങളും വീക്ഷണങ്ങളും സ്വാധീനിക്കാത്ത സ്വാതന്ത്ര്യ സമര വിപ്ലവകാരികൾ വിരളമാണ്. ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. വൈദേശികമായ സാംസ്കാരിക ആധിപത്യത്തിനെതിരെ നമുക്ക് പോരാടാം. വരൂ, നമുക്ക് വേദങ്ങളിലേക്ക് തിരിച്ചു പോകാം. 1875 ഏപ്രിൽ 10 വേദമൂല്യങ്ങളെയും സാമൂഹ്യ നവോത്ഥാനത്തെയും വിദ്യാഭ്യാസത്തെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ മഹർഷി ദയാനന്ദ സരസ്വതി മുംബൈയിൽ ആര്യസമാജം സ്ഥാപിച്ചു. സാമൂഹ്യ തിന്മകളെ തുടച്ചു നീക്കാനും ഹിന്ദു സമൂഹത്തെ പുനരുദ്ധരിക്കാനും വേദങ്ങളിലേക്ക് തിരിച്ചു പോകാനുമുള്ള ആഹ്വാനമായിരുന്നു ആര്യസമാജം. അന്ധവിശ്വാസങ്ങളെ പാലൂട്ടി വളർത്തുന്ന ബന്ധനസ്ഥരെ മുക്തിവാതിലിൽ ക്ഷണിച്ചവൻ, മൂഢസിദ്ധാന്തങ്ങൾക്കു കാരണക്കാരായി തീർന്ന ജാതിമേൽ കോയ്മയ്ക്കെല്ലാം അറുതി വരുത്തുവാൻ അക്ഷരായുധം കൊണ്ട് പോരാടി ജയിക്കുവാൻ ഉജ്ജ്വലവാദങ്ങൾ ഉൾച്ചൂടിലുദിപ്പിച്ചു. जाति संप्रदाय और अन्य किसी भी प्रकार के भेदभाव से परे प्रत्येक व्यक्ति को शिक्षा प्राप्त करने का अधिकार होना चाहिए. समाज के प्रत्येक व्यक्ति को शिक्षा और उन्नति के लिए समान अवसर प्रदान किया जाना चाहिए. एकेश्वरवाद अर्थात ईश्वर एक है ऐसा स्वीकार करना चाहिए. इन्हीं सिद्धांतों को मैं आगे रखता हूँ. ആര്യ സമാജത്തിന്റെ ഹൃദയപീഠം സർവ ജ്ഞാന വിശ്വസംഗീതത്തെ വിളിച്ചുണർത്തി. ജാതിബോധ പിശാചിന്റെ നീചവേഷങ്ങൾക്കെല്ലാം ദൂരെ നിൽക്കാൻ ആജ്ഞ നൽകി പ്രാർത്ഥന ചൊല്ലി. ലോകത്തിന് പ്രകാശം നൽകാനായി മഹർഷി ദയാനന്ദൻ തൻ്റെ ചിന്തകളെ സത്യാർത്ഥ പ്രകാശമായി ലോകത്തിന് നൽകി. ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ പ്രസ്ഥാനത്രയത്തിലൂടെ എന്തെല്ലാം എങ്ങനെയാണോ സാധിച്ചെടുത്തത് അവയെ വീണ്ടും സമർത്ഥമായി ശ്രുതിപാകത്തിൽ ഋഷി ദയാനന്ദൻ സ്ഫുടം ചെയ്തെടുത്തു. ധീരനായിരുന്നു ദയാനന്ദൻ. സ്വാതന്ത്ര്യ വിചാര വിപ്ലവത്തിൻ്റെ രക്തശാലിയായ വിത്തായിരുന്നു ദയാനന്ദൻ. സത്യമഹർഷീശ്വരന്റെ
വേദവാക്യ പ്രവാഹത്തിൽ ശത്രുചാര സംഘങ്ങൾ ഭയന്നു പോയി. എത്ര വധശ്രമം അതിജീവിച്ചു സ്വാമി, ചിത്തഭയമില്ലാത്ത സ്ഥിരപ്രജ്ഞനാ. 10-16 വട്ടം ചതിപ്രയോഗത്തിലൂടെ ദുഷ്ടവർഗവഞ്ചകന്മാർ അമ്പെയ്തു. जाति आधारित ब्राह्मणत्व की संकीर्ण धारणाओं का परित्याग किया जाना चाहिए. प्रत्येक मनुष्य को वेदों के अध्ययन अध्यापन का अधिकार है. विदेशी प्रभुत्व से राष्ट्र की मुक्ति आवश्यक है. हमारी राष्ट्रभाषा के रूप में हिंदी को प्रतिष्ठित किया जाना चाहिए. आर्य द्रविड़ का भेद विदेशियों की कुटिल बुद्धि की उपज है. संस्कृत समस्त लोक भाषाओं की जननी है. हमारे राष्ट्र के पतन का कारण शत्रुओं का सामर्थ्य नहीं, बल्कि हमारी अपनी आंतरिक एकता और प्रतिरोध क्षमता की कमी है. आपसी एकता के लिए हमें संगच्छध्वम संवदध्वम संवो मनांसि जानताम देवा भागम यथा पूर्वे संजानाना उपासते. इस वेदोक्त ऋचा को समझना होगा. इसका अर्थ है सभी मिलकर चलें. നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങളിലൂടെയും സ്ഫുടം ചെയ്തെടുത്ത സത്യവചനങ്ങൾ മഹർഷി ദയാനന്ദന് സമ്മാനിച്ചത് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെയായിരുന്നു. ഭാരതത്തിൻ്റെ ആ രാഷ്ട്രപിതാമഹൻ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ തീക്ഷ്ണ ചിന്ത ഉൾക്കൊള്ളുവാനുള്ള ഉൾക്കരുത്ത് പലർക്കും ഇല്ലായിരുന്നു. അതെ, ജനങ്ങളെ, സമൂഹത്തെ, രാഷ്ട്രത്തെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നവർ ഭൂരിഭാഗവും വധിക്കപ്പെട്ടിട്ടേയുള്ളൂ. അത് ചരിത്രം. ഇവിടെയും ചരിത്രം വഴിമാറിയില്ല. ദയാനന്ദന് നേരെ വധശ്രമം നടന്നത് 16 തവണ. പക്ഷേ 17-ാം തവണ അവർ വിജയിച്ചു. ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ദാസൻ തന്നത് കൊടും വിഷമാണെന്നറിഞ്ഞില്ല, അഥവാ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പ്രിയപ്പെട്ട എൻ്റെ ദാസ, ഇത് നീ കയ്യിൽ സൂക്ഷിക്കുക. കുറച്ച് പണമാണ്. ഞാൻ യാത്രയാകുന്നു. എൻ്റെ ശിഷ്യന്മാരില്ലാത്ത ഇടം തേടി നീ പോവുക. ഞാൻ യാത്രയാവുന്നു. സ്വന്തം ദാസനേകിയ വിഷം മോത്തി കുടിച്ച മഹാഗുരു പ്രാണനെ വെടിഞ്ഞപ്പോൾ വിശുദ്ധ സത്യത്തിന്റെ വേദാത്മസമുദ്രത്തിൽ ജനിച്ച മഹാപത്മ ഭാരതപുത്രൻ മാഞ്ഞു. വിഷം പെയ്തു പ്രജ്ഞമായും നേരത്തും
അപരവിദ്വേഷത്തിലമരാതിരുന്നവൻ നീ. സിരയിൽ വിഷം പെയ്തു പ്രജ്ഞമായും നേരത്തും അപരവിദ്വേഷത്തിലമരാതിരുന്നവൻ നീ. പ്രിയപ്പെട്ട എൻ്റെ ദാസ ഞാൻ യാത്രയാവുന്നു. ഗുരുവാകുന്നു സാക്ഷാൽ ഋഷിയാകുന്നു. കിരണപ്പൊരുളിന്റെ പ്രണവ ധ്വനിയാകുന്നു. ഗുരുവാകുന്നു സാക്ഷാൽ ഋഷിയാകുന്നു. കിരണപ്പൊരുളിന്റെ പ്രണവ ധ്വനിയാകുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു യുഗം അസ്തമിച്ചു. ഭാരതം ഭാരതീയർക്കെന്ന് പ്രഖ്യാപിച്ച മഹർഷി ദയാനന്ദ സരസ്വതി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജാതിഭ്രാന്തിനുമെതിരെ ഉയർന്ന ശബ്ദം നിലച്ചു. അതെ, കെടാതെ കത്തുന്ന സത്യാർത്ഥ പ്രകാശം. മഹാഗുരു ഈ പ്രകാശം അണയാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ ആയിരങ്ങളുണ്ട്, അല്ല 10,000ങ്ങളുണ്ട്. ആചാര്യശ്രീയുടെ നേതൃത്വത്തിൽ കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനോടൊപ്പം ലക്ഷങ്ങളുണ്ട്. ഇനി അങ്ങുറങ്ങൂ ശാന്തമായി. ഉറങ്ങാതിരിക്കേണ്ടവർ ഞങ്ങളാണ്. നന്ദി, നമസ്കാരം. നമിച്ചു നിൽക്കാം നമുക്കൽപ്പനേരമീ വിശ്വവിളക്കു തെളിയുന്ന വേദാന്ത കേദാരത്തിൽ. നമിച്ചു നിൽക്കാം നമുക്കൽപ്പനേരമീ വിശ്വവിളക്കു തെളിയുന്ന വേദാന്ത കേദാരത്തിൽ. ഇരുട്ടുകുത്തി പെയ്തരാവുകൾ അവസാനം ഉദിച്ചു പൊങ്ങും ഈ മഹർഷിദയാനന്ദം. ഇരുട്ടുകുത്തി പെയ്തരാവുകൾ അവസാനം ഉദിച്ചു പൊങ്ങും ഈ മഹർഷിദയാനന്ദം. ഉദിച്ചു പൊങ്ങും ഈ മഹർഷിദയാനന്ദം. ഉദിച്ചു പൊങ്ങും ഈ മഹർഷിദയാനന്ദം. ഓം യുജേവാം ബ്രഹ്മപൂർവ്യം നമോഭിർവിശ്ലോക ഏതുപഥ്യേവ സൂര്യേഃ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാ ആയേധാമാനി ദിവ്യാനി തസ്തുഃ.